പാരിസ്ഥിതിക വൈവിധ്യവും പ്രകൃതിരമണീയവുമായ ഇടങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്ത്യ. വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുണ്ട് ഇന്ത്യയിൽ. വിദേശ നാണ്യം നേടിത്തരാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ മേഖല വലിയ പങ്കാണ് വഹിക്കുന്നത്. രണ്ടായിരത്തി 2023 1.88 കോടി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിലെത്തിയത്. 2,31,927 കോടി രൂപയാണ് ടൂറിസം വഴി അക്കാലയളവിൽ ഇന്ത്യയിലെത്തിയ വിദേശ നാണ്യവിനിമയ വരുമാനം. 250 കോടി ആഭ്യന്തര സന്ദർശനങ്ങളും 2023 രേഖപ്പെടുത്തി. ഈ സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ 2.2 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളും 8 ലക്ഷം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും കേരളത്തിലെത്തുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 2023 2.1 കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളും 6.49 ലക്ഷം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുമാണ് കേരളത്തിലെത്തിയത്. 2022 വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് 35,168 കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചത്. കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരികളിൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയും 2-ാം സ്ഥാനത്ത് റഷ്യയും 3-ാം സ്ഥാനത്ത് ബ്രിട്ടനുമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിലൂടെയും നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള വിപണന തന്ത്രങ്ങളിലൂടെയും കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റിസർച്ച് ഡെസ്ക് 24. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ദേശീയ ടൂറിസം ദിനമാണ്. യാത്ര പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കാടും മലയും പുഴയും കടലും ഒക്കെ കാണാൻ, പുതുരുചികൾ അറിയാൻ, പുതിയ മനുഷ്യരെ കാണാൻ, പുതിയ സംസ്കാരങ്ങൾ അറിയാൻ. അങ്ങനെ ആഗ്രഹമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലെ, യാത്ര ചെയ്യണ്ട എന്ന് പറയുന്നവർ. പക്ഷേ നമ്മളിൽ എത്ര പേർ അങ്ങനെ സ്വതന്ത്രമായി യാത്ര ചെയ്യുന്നുണ്ടാകും? അത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം എന്നുണ്ടാകും അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇപ്പം സ്മിത സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. കീർത്തന യാത്ര ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് യാത്ര ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതൊക്കെ വിട്ട് കളയാറാണ് പതിവ്. എന്തായാലും സമയമില്ലെന്നും പണമില്ലെന്നും പറഞ്ഞ് മാറ്റിവെക്കേണ്ടതുണ്ടോ നമ്മുടെ യാത്രാ സ്വപ്നങ്ങൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അധികം പണമൊന്നും വേണ്ടെന്നേ യാത്ര ചെയ്യാൻ. അപ്പൊ യാത്രകൾക്ക് ദൂരപരിധി ഒട്ടുമില്ല എന്നുള്ളതാണ്. യാത്ര ചെയ്യുക എന്നാൽ സ്വിറ്റ്സർലൻഡും പാരീസും സിംഗപ്പൂരും പോലുള്ള ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് മാത്രമല്ല, ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ജില്ലയിൽ നമ്മളുടെ തൊട്ടടുത്തൊക്കെ കാണാത്തതായ എത്രയെത്ര സ്ഥലങ്ങളുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ KSRTC ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി നിങ്ങൾക്ക് അവിടേക്കൊക്കെ പോകാൻ കഴിയും. അതും യാത്രയാണ്. അതും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ സമ്മാനിക്കും. അതുകൊണ്ട് പണമില്ല അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്രകളെ പിന്നത്തേക്ക് മാറ്റിവെക്കരുത്.